ഇന്നെടുത്ത ട്രേഡ്സിന്റെ ബ്രേക്ക് ഡൗൺസും കാര്യങ്ങളെല്ലാം. അതേപോലെ തന്നെ നമ്മൾ ഫ്രീ ആയിട്ട് ഒരു ടെലഗ്രാം ചാനൽ റൺ ചെയ്യുന്നുണ്ട്. ആ ഒരു ചാനലിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് എന്റെ ട്രേഡ് അപ്ഡേറ്റ്സും അതേപോലെ തന്നെ എന്റെ ട്രേഡ് ഐഡിയാസും ഇന്നത്തെ നമുക്ക് നോക്കലാണെന്നുണ്ടെങ്കിൽ ന്യൂസും കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ന്യൂസ് നോക്കലാണെന്നുണ്ടെങ്കിൽ എല്ലാം ലോ ഇമ്പാക്റ്റഡ് ആയിട്ടുള്ള ന്യൂസസ് ആണ്. അതേപോലെ മീഡിയം ഇമ്പാക്ട് ആയിട്ടുള്ള ന്യൂസസ് എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഇന്നത്തെ ട്രേഡ് പ്ലാൻ നമുക്ക് ഇവിടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇന്നത്തെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാന്നുള്ള കാര്യങ്ങൾ ഞാൻ യൂറോ USD-യിലാണ് നമ്മുടെ ട്രേഡും കാര്യങ്ങളും കൂടുതലായിട്ട് പുഷ് ചെയ്യാറുള്ളത്. ഓക്കെ, അതേപോലെ ട്രേഡ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ എടുക്കാന്നുള്ള കാര്യങ്ങൾ ഞാൻ ഡിസ്കസ് ചെയ്തിട്ട് ഷെയർ ചെയ്യാറുണ്ട്. ഓക്കെ, എൻട്രി എടുക്കുന്നതും അതേപോലെ തന്നെ ഇപ്പം ബ്രേക്ക് ചെയ്യാൻ വന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് നോക്കലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറുന്ന രീതിയിലുള്ളൊരു ട്രേഡ് ആയിരുന്നു. ഓക്കെ, അതേപോലെ തന്നെ ഇന്നലെ നമുക്കൊരു ട്രേഡ് ഉണ്ടായിരുന്നു. ഇന്നലെ ആകെ ഒരു ട്രേഡ് ആയിരുന്നു പുഷ് ചെയ്തിട്ടുണ്ടായത്. ഈ ഒരു ട്രേഡ് ആയിരുന്നു പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് നോക്കലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ ഷോർട്ട് ചെയ്തു. നമുക്ക് നെക്സ്റ്റ് അതിന് ശേഷം ഒരു ഇൻവേർഷൻ എന്നുള്ള രീതിയിൽ തന്നു SL പോവാണ് ചെയ്തിട്ടുണ്ടായത്. ഇന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു പ്രോഫിറ്റ് എന്നുള്ള രീതിയിലാണ് എക്സിറ്റ് ചെയ്തിട്ടുണ്ടായത്. അതേപോലെ മൺഡേ നമ്മൾ നോക്കലാണെന്നുണ്ടെങ്കിൽ മൺഡേയിൽ നമ്മൾ ഒരു പ്രോഫിറ്റും ഒരു ബ്രേക്കും എന്നുള്ള രീതിയിലാണ് എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓവറോൾ നമ്മൾ ഈ ഒരു വീക്ക് നോക്കലാണെങ്കിൽ ഇതുവരെ നമ്മൾ പ്രോഫിറ്റിലാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാനലിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. എൻ്റെ ട്രേഡ് അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഇന്നത്തെ എടുക്കുന്ന ട്രേഡിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളിലും ഞാൻ എങ്ങനെയാണ് ലോജിക്കും കാര്യങ്ങളിലും സംസാരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നെടുത്ത ട്രേഡിന്റെ ലോജിക്കും കാര്യങ്ങളും നമുക്ക് നോക്കാം. അതേപോലെ തന്നെ എന്ത് ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ട്രേഡ് എടുത്തതെന്നുള്ള കാര്യങ്ങളും ജസ്റ്റ് സംസാരിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഈ ഒരു വീക്ക് നോക്കലാണെന്നുണ്ടെങ്കിൽ തിങ്കൾ, ചൊവ്വ, ബുധൻ. ഓക്കെ, തിങ്കളാഴ്ച നമുക്ക് നോക്കാം. ഈ ഒരു ബ്ലൂ ബോക്സ് ഏഷ്യയുടെ ഹൈ ആണ്. ഏഷ്യയുടെ ഹൈ എടുക്കുന്നു, ഡൗൺ സൈഡിലേക്ക് വരുന്നു. നമ്മൾ ഈ ഒരു ഏരിയയിൽ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ ഒരു ഏരിയ ട്രേഡ് എടുത്തു, ഇവിടെ എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ട്രേഡ്. സെക്കൻഡ് ട്രേഡ് ഈ ഒരു ഏരിയയിൽ എടുത്തിട്ടുണ്ടായിരുന്നു, ബ്രേക്ക് ലൈനിൽ എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നോക്കുക, ഏഷ്യയുടെ ഓൾമോസ്റ്റ് ഹയർ ലെവലിലേക്ക് പോയിട്ടാണ് ഡൗൺ സൈഡിലേക്ക് വന്നത്. ഇവിടെ നമുക്ക് എന്താണ് കാണാൻ പറ്റിയിട്ടുള്ളത്? ഏഷ്യയുടെ ഹയർ ലോ എടുക്കുന്ന സമയത്ത് ഇവിടെ ശ്രദ്ധിക്കുക, ഏഷ്യയുടെ ഹയർ ലോ ലെവൽസിലേക്ക് പോയിട്ട് നമുക്ക് റിവേഴ്സിൽ കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ലെവൽസും അതേപോലെ തന്നെയാണ്. ഞാൻ ആ ഒരു വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട്. 1 ഹവറിലുള്ള 2 ഏരിയാസ് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഫെയർ വാലി ഗ്യാപ്പ്, അതേപോലെ തന്നെ ഈ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി. ഈ 2 ഏരിയാസിൽ വന്ന റിവേഴ്സിൽ നമുക്കൊരു ഡിസ്പ്ലേസ്മെന്റ് കാണുകയാണെന്നുണ്ടെങ്കിൽ ട്രേഡ് പ്ലാൻ ചെയ്യാൻ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു ഡിസ്പ്ലേസ്മെന്റ് കിട്ടിയിട്ടുണ്ട്. പ്രൈസ് ഹയർ ലെവലിലേക്ക് പോയി. ഈ ഒരു ഏരിയയിൽ നിന്ന് ഫസ്റ്റ് ലിക്വിഡിറ്റി എടുത്തു, നമുക്കൊരു സ്ട്രക്ചർ ഷിഫ്റ്റോ കാര്യങ്ങളൊന്നും കിട്ടിയില്ല. ഈ ഒരു ഏരിയയിൽ ബൈ സൈഡ് എടുത്തു, റിവേഴ്സിൽ വന്നു, MSS കിട്ടി. വീണ്ടും റിട്രേസ് ചെയ്ത് വരുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഈ ഒരു ഫെയർ വാലി ഗ്യാപ്പിന്റെ ഓപ്പണിംഗ് ഞാൻ എൻട്രി പേസ് ചെയ്തു. ടാർഗറ്റ് വെച്ചിട്ടുള്ളത് നമുക്ക് ഏഷ്യയുടെ ലോ വരെ ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. പക്ഷെ മേജർ ആയിട്ട് ലിക്വിഡിറ്റി പോയിന്റ് ഈ ഒരു ഏരിയാസിലാണ്. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ചാനൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു മൊമെന്റം, ഒരു റിട്രേസ്മെന്റ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, 1 ഹവറിൽ നോക്കുന്ന സമയത്ത് ഈ ഒരു ഏരിയയുള്ള ഫെയർ വാലി ഗ്യാപ്പെല്ലാം റെസ്പെക്ട് ചെയ്യാനുള്ള ചാൻസസും കാര്യങ്ങളും നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതേപോലെ തന്നെ ആ ഒരു ഏരിയ എടുക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് നമ്മൾ എക്സിറ്റ് ചെയ്ത് മാറിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ഒരു എക്സിറ്റ് ലെവലും കാര്യങ്ങളെല്ലാം ഈ ഒരു ഏരിയയിൽ നിന്ന് എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലെവലിൽ പ്രോപ്പറായിട്ട് എക്സിറ്റ് ചെയ്ത് മാറിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതേപോലെ തന്നെ ആ ഒരു ഏരിയ നമുക്ക് റിവേഴ്സൽസും കാര്യങ്ങളും ഇവിടെ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് പോലെ ക്രിയേറ്റ് ചെയ്തു. ഡിസ്കൗണ്ട് ഏരിയയിൽ വന്നിട്ടാണ് പ്രൈസ് വീണ്ടും അപ്സൈഡിലേക്ക് പമ്പ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ഈ ഒരു ഹയർ ലെവലിലേക്കുള്ള റണ്ണ് നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റുന്നതായിരിക്കാം. ഓക്കെ, നാളെ എന്തായാലും പ്ലേപ്പും കാര്യങ്ങളും നോക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ട്രേഡ് എടുത്തത്. വളരെ സിമ്പിൾ ആണ്. ഏഷ്യയുടെ ലിക്വിഡിറ്റി എടുക്കുന്നു, ഹയർ ടൈം ഫ്രെയിമിൽ ഒരു PDR ടാപ്പ് ചെയ്യുന്നു, നമുക്ക് റിവേഴ്സൽ ചെയ്യുന്നു, പ്രോപ്പറായ MSS കിട്ടിയ സമയത്ത് റിട്രേസ് നമ്മൾ ട്രേഡ് എടുക്കുന്നു. നെക്സ്റ്റ് ഏരിയയുള്ള ലിക്വിഡിറ്റി വരെ 1:2 എന്നുള്ള രീതിയിൽ ടാർഗറ്റിംഗ് കാര്യങ്ങൾ നോക്കുന്നു. ഓക്കെ, ഇതിന് അതേപോലെ തന്നെ കൺഫ്ലുവൻസ് ആയിട്ട് നോക്കിയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് DXY ആണ്. DXY സെൽ സൈഡ് എടുക്കുന്നു. ഈ ഏരിയയിൽ ഓർഡർ ബ്ലോക്ക് ടാപ്പ് ചെയ്ത് ഡൗൺ സൈഡിലേക്ക് വരുന്നു. ഇവിടെ നമുക്ക് SMT എന്നുള്ള രീതി ക്രിയേറ്റ് ചെയ്തിട്ടാണ് പ്രൈസ് ഈ ഒരു ഏരിയയിൽ ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് അപ് സൈഡിലേക്ക് പോയിട്ടുള്ളത്. ഓക്കെ, നല്ലൊരു ട്രേഡ് ആയിരുന്നു നമ്മൾ എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാനും അപ്ഡേറ്റ്സും കാര്യങ്ങളും മനസ്സിലാക്കി നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ്. ഓക്കെ, അതേപോലെ തന്നെ ഈ ഒരു മന്തിന്റെ എൻഡിൽ ഞാനൊരു കോഴ്സ് എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരിക്കലും ഒരു ജസ്റ്റ് ഒരു കണ്ടന്റ് തന്ന് പോകാന്നുള്ള രീതിയിലല്ല, എൻ്റെ കൂടെ ഇരുന്ന് ട്രേഡ് ചെയ്യാന്നുള്ള രീതിയിലുള്ള ഒരു സെറ്റപ്പ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്, കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ എന്തായാലും കോഴ്സിന്റെ ഫീസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ടാകാം. മിനിമം ഞാൻ എന്തായാലും ഒരു 4,000 എന്നുള്ള രീതിയിലായിരിക്കും ചാർജ് ചെയ്യുന്നുണ്ടാകാം. ചിലപ്പോൾ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ എന്നുള്ള രീതിയിലായിരിക്കും ചാർജ് ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, ഒരിക്കലും സെല്ലിങ് കാര്യങ്ങൾ അങ്ങനെയായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടില്ല. ഓക്കെ, നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ എങ്ങനെയാണോ ട്രേഡ് ചെയ്യുന്നത് ആ കാര്യങ്ങളിലായിരിക്കും നമ്മളവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, അതേപോലെ നിങ്ങൾക്ക് ഫണ്ടോ കാര്യങ്ങളോ ഇല്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ട് എൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കാം. അതേപോലെ തന്നെ നമ്മൾ യൂഡമിയിൽ ഒരു കോഴ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു ബിഗിനർ ടു അഡ്വാൻസ് ലെവലിലേക്ക് പോകുന്ന രീതിയിൽ ഒരു $4 to $5 അങ്ങനെ പറയുകയാണെങ്കിൽ ഒരു 400 രൂപ
450 രൂപ സംതിങ് ആയിട്ടാണ് ആ കോഴ്സിന്റെ പ്രൈസ് വരുന്നത്. അത് നിങ്ങൾക്ക് ബൈ ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ട്. ഇതിനും പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഫ്രീ ആയിട്ടുള്ള കണ്ടന്റ് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, യൂട്യൂബ് എടുക്കലാണെന്നുണ്ടെങ്കിൽ FX Talks ഇവിടെ വരിക, എൻ്റെ ചാനലിലേക്ക് വരിക, പ്ലേലിസ്റ്റിലേക്ക് വരിക. ഓക്കെ, പ്ലേലിസ്റ്റിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും 36 വീഡിയോസ് ഉള്ള ഒരു ഫോറക്സ് മാർക്കറ്റ് കോഴ്സ് എന്ന് പറഞ്ഞൊരു വീഡിയോ. ഓക്കെ, ഞാൻ എൻ്റെ ചാനലിലേക്ക് ഫസ്റ്റ് വന്ന സമയത്ത് ക്രിയേറ്റ് ആക്കിയുള്ള ഒരു വീഡിയോ ആണ്. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ പഠിക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് വരുന്ന സമയങ്ങളിൽ സ്ട്രാറ്റജി കുറച്ച് എല്ലാ കാര്യങ്ങളും ഞാൻ സംസാരിച്ചില്ല, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഇവിടെ വന്നിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ആ കാര്യങ്ങൾ പഠിച്ചിട്ട് ഞാനിപ്പോൾ എന്താണോ ചെയ്യുന്ന കാര്യങ്ങൾ ആ ഒരു ടെലഗ്രാമിലേക്ക് പോയിട്ട് വാച്ച് ചെയ്യാണ് നിങ്ങൾക്ക് അങ്ങനെയും മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.